രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? കണ്ണിങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ തന്നെ കയ്യും കൊണ്ട് ഫോൺ തപ്പിപ്പിടിച്ച് ഫോൺ എടുത്ത് ഇത് നമ്മൾ മെസ്സേജ് ആരെങ്കിലും അയച്ചിട്ടുണ്ടോ എന്ന് നോക്കും, റീൽസ് ഒക്കെ കാണും. ഇതാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം അല്ലെ, എങ്കിൽ കൂടി നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഇതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കുന്നതിനേക്കാൾ മുൻപ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള 4 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഞാൻ ഡോക്ടർ ഷോളി എലിസബത്ത്. എത്ര മണിക്കാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർച്ചയാണ് ഈ വീഡിയോ. നമുക്കിനി ഓരോ കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കണ്ണ് തുറന്നതിന് ശേഷം വലതുവശം ചെരിഞ്ഞ് കൈ കുത്തി എഴുന്നേൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിന് ഒരു സമ്മർദ്ദം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞ് നമ്മുടെ ദഹനം, ശരീരസ്ഥിതി ഇതൊക്കെ നമ്മൾ വിലയിരുത്തണം. നമ്മൾ തലേന്ന് കഴിച്ച ഭക്ഷണം ദഹിച്ചിട്ടുണ്ടോ, ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ഇവയൊക്കെ നമ്മൾ കട്ടിലിൽ ഇരുന്ന് തന്നെ ഒന്ന് വിലയിരുത്തേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, മുഖം നന്നായി തണുത്ത വെള്ളം കൊണ്ട് കഴുകണം. ഒരു കണ്ണാടിയിൽ നോക്കി കൺപീലികളുടെ ഇടയിലേക്ക് അധികം ശക്തിയില്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കഴുകണം. കണ്ണിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തു പോകുവാൻ വേണ്ടിയിട്ടാണ് ഇത്. അതിനുശേഷം വായിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുലുക്കി കുഴിഞ്ഞ് തുപ്പണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, തിളപ്പിച്ചാറിയ വെള്ളം രാവിലെ കുടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വെള്ളത്തിന് ചൂടുണ്ടാവണമെന്നില്ല, നമ്മൾ തണുത്ത വെള്ളം കുടിച്ചാൽ മതി. ആയുർവേദത്തിൽ പറയുന്നത് 640 ml വെള്ളം കുടിക്കുക എന്നതാണ്. പക്ഷെ ഇത് പ്രാവർത്തികമായി നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു 2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. വെള്ളം കുടിക്കുമ്പം നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ, മലമൂത്രം അല്ലെങ്കിൽ വിയർപ്പിന്റെ രൂപത്തിലെല്ലാം പുറത്തേക്ക് തള്ളാനായിട്ട് സഹായിക്കുന്നു. ശരീരത്തിന് ക്ഷീണം അല്ലെങ്കിൽ തളർച്ച, പുകച്ചില്, ദാഹം എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ഇത് അകറ്റാനായിട്ടും സഹായിക്കുന്നു. നമ്മൾ തലേന്ന് കഴിച്ച ഭക്ഷണത്തില് എന്തെങ്കിലും വിഷത്തിന്റെ പദാർത്ഥങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കളയാനായിട്ടും ഇത് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ മലശോധന എളുപ്പത്തിലാകുവാനായിട്ടും കാരണമാകുന്നു. നാലാമത്തെ കാര്യം, മലമൂത്ര വിസർജനം ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ സമയത്ത് ഫോൺ ഉപയോഗിക്കുക, അതേപോലെ പത്രം വായിക്കുക പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. നമ്മൾ ബാത്റൂമിൽ ഫോൺ കൊണ്ടുപോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പല രോഗങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. മലമൂത്ര വിസർജനത്തിന് ശേഷം നമ്മൾ കൈകൾ നന്നായി സോപ്പിട്ട് കഴുകുക. കുഞ്ഞു കുട്ടികളെയും ഇത് ശീലിപ്പിച്ചെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈക്കോളായി, സാൽമണല്ല തുടങ്ങിയുള്ള പല കീടാണുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ രോഗിയാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൈ ശരിക്കും വൃത്തിയായി കഴുകിയില്ല, അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് ഒന്നുകിൽ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ കണ്ണിൽ അല്ലെങ്കിൽ മൂക്കിലൊക്കെ തൊടുക ചെയ്യുമ്പോൾ നമുക്ക് അതുവഴി രോഗം ഉണ്ടാവും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ചില ആളുകൾക്ക് ഇതേപോലെ രാവിലെ മലശോധന ശരിയായി എന്ന് വരില്ല. അങ്ങനെയുള്ളവർ ഒരു കാരണവശാലും ബലം പ്രയോഗിച്ച് അത് ചെയ്യാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ആയുർവേദത്തിൽ ദിനചര്യയിൽ എങ്ങനെ പാലിക്കണം എന്നതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് ശീലമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്തു വരിക എന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മെല്ലെ മെല്ലെ ഇത് ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുക. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. താങ്ക് യു.